തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 8-ാം തീയതി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തത്. കസ്റ്റഡിയിൽ കിട്ടിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ കൊലപാതകം നടന്ന സ്ഥലങ്ങളിലെത്തി തെളിവെടുക്കും. വിനോദ് ചേരുന്നു. വിനോദ്, കസ്റ്റഡിയിൽ പോലീസിന്റെ കിട്ടിക്കഴിഞ്ഞു. സുപ്രധാന നീക്കമാണ് ഈ കേസിൽ. അവസാനമായി തുടരുന്ന ദുരൂഹതകൾ ഒന്നൊന്നായി പൂർത്തിയാവണം. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ, ഇനി തെളിവെടുപ്പ്. ഇന്ന് തന്നെ ഇക്കാര്യങ്ങൾ പ്രതീക്ഷിക്കാമോ? തെളിവെടുപ്പ് ഇന്ന് തന്നെ ഉണ്ടാകുമോ? കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒരു സുപ്രധാനമായ ഘട്ടമാണ്. കാരണം പോലീസിനെ സംബന്ധിച്ച് പ്രതിയെ പൂർണ്ണമായി പൂർണ്ണതോതിൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നു. 3 ദിവസമാണ്, ചുരുങ്ങിയ ഒരു സമയമാണ്. 2 ആദ്യം നടത്തിയ അച്ഛന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അതിൽ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് നെടുമങ്ങാട് കോടതി പ്രതിയെ പോലീസിന് കൈമാറിയിരിക്കുന്നത്. ഈ 3 ദിവസം പ്രധാനമായും പാങ്ങോട് തന്നെയായിരിക്കും ഈ തെളിവെടുപ്പ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വാപ്പുമ്മയെ കൊലപ്പെടുത്തിയ സ്ഥലം അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ സുപ്രധാനമായ കാര്യങ്ങൾ, മറ്റ് കൊലപാതകങ്ങൾ സംബന്ധിച്ച് തെളിവെടുപ്പ് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലേക്ക് നീളുമെങ്കിലും ഈ കേസ് അത് എന്തിന് കൊലപ്പെടുത്തി, സാമ്പത്തിക ഇടപാടുകൾ കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനകം തന്നെ പ്രതി മെഡിക്കൽ കോളേജിൽ പോലീസ് സെല്ലിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ 1-ൽ കൂടുതൽ തവണ മൊഴി നൽകിയിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക ബാധ്യത, ഇത്തരം കാര്യങ്ങൾ. അതേസമയം പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചതോടെ പ്രതിയുടെ പിതാവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇവിടുത്തെ പല സാമ്പത്തിക ഇടപാടുകളെയും കുറിച്ച് അറിയില്ലായിരുന്നു. അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും പോലീസിനോടും അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇരുവരെയും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. വിദേശത്തേക്ക് പണം അയച്ചു കൊടുത്തുവെന്ന് പ്രതി പറയുമ്പോൾ അങ്ങനെ പണം കിട്ടിയിട്ടില്ല എന്ന് പിതാവ് പറയുന്നു. ഇതിൽ ഒക്കെ തന്നെയും വ്യക്തത വരണം. ഇവർക്ക് ചിട്ടി ഉണ്ടായിരുന്നു, പലരിൽ നിന്നായി കടം വാങ്ങിയിരുന്നു. ആ പണം ചോദിച്ചപ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോയി. സഹായിക്കാത്തവരെ കൊലപ്പെടുത്തുന്നു, തനിക്ക് ശേഷം പ്രിയപ്പെട്ടവർ ബുദ്ധിമുട്ട് നേരിടും എന്ന് കരുതി അങ്ങനെയുള്ള ആളുകളെയും ഉമ്മ അടക്കമുള്ള ആളുകളെ ആക്രമിച്ചത് ആ തരത്തിലെന്ന മൊഴിയാണ് പ്രതി നൽകിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരുമിച്ചിരുത്തിയുള്ള മൊഴിയെടുക്കൽ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുനിൽ.